കോട്ടകളും കിടങ്ങുകളും കൊണ്ട് സുരക്ഷിതമാക്കിയിരുന്നു പഴയ നഗരങ്ങൾ, പ്രത്യേകിച്ച് റോമൻ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നവ. നഗരത്തിന് പുറത്ത് ശത്രുക്കളെയോ കൊള്ളക്കാരെയോ ഒക്കെ ഭയക്കണമായിരുന്നു. അതുകൊണ്ട് വിലപിടിപ്പുള്ളവയുമായ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ആയുധധാരികളായിരിക്കും. ശിഷ്യർക്ക് ഈശോ അവസാനം കൊടുത്ത മുന്നറിയിപ്പ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് എന്നാണ്. കോട്ട വിട്ടുള്ള യാത്ര പോലെ ഇനിയുള്ള ജീവിതത്തിൽ വെല്ലുവിളികളേറെ ഉണ്ടെന്നും അതിന് ധരിക്കേണ്ട ആയുധം ദൈവം അയക്കും വരെ കാത്തിരിക്കണമെന്നുമൊക്കെ ശിഷ്യർക്ക് മനസ്സിലായി. അതുകൊണ്ടവർ പന്തക്കുസ്ത വരെ കാത്തിരുന്നു. ഇറങ്ങിപ്പുറപ്പെടാൻ തിടുക്കം കാണിക്കേണ്ട, അരൂപിയിൽ നിറയാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ഇതിക്കാലത്തും ഗൗരവത്തിലെടുക്കേണ്ട ഒരു മുന്നറിയിപ്പാണ്. ഒരു മഴ നനഞ്ഞാൽ പനിച്ചു വിറയ്ക്കുന്നൊരു ശരീരവും മൂർച്ചയുള്ളൊരു വാക്കാൽ മുറിവേൽക്കുന്ന മനസ്സും ചെറു പ്രലോഭനങ്ങളിൽ തീരുമാനങ്ങൾ തെറ്റിക്കുന്നൊരു ആത്മാവുമായി നമ്മളൊക്കെ നന്നേ ബലഹീനരാണ്. 3 വർഷം ക്രിസ്തു പരിശീലിപ്പിച്ച ശിഷ്യർ പോലും പിന്നെയും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. നേടിയ കഴിവും ലഭിച്ച അറിവും പകർന്നു കിട്ടിയ അധികാരവും മാത്രം പോരാ, തന്നെത്താൻ പ്രാർത്ഥിച്ച് കൈവരിച്ച ഒരു അഭിഷേകം കൂടി വേണം. എന്തെങ്കിലും നിയോഗവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത് ചെയ്യാൻ എനിക്കാകുമോ, ഇത് ചെയ്തിട്ട് എന്ത് നേട്ടമുണ്ട്, ഇങ്ങനെ പരിശോധിക്കുന്ന എൻ്റെ ചെക്ക് ലിസ്റ്റിൽ വലിയ അക്ഷരത്തിൽ എഴുതി ചേർക്കണം: ഈ നിയോഗവുമായി ഞാൻ ആവശ്യത്തിന് പ്രാർത്ഥിച്ചിരുന്നിട്ടുണ്ടോ.